പക്ഷേ ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിന് അനുമതിയില്ലായിരുന്നു എന്ന് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട്. സ്കൈ ഡൈനിങ്ങിന്റെ പ്രവർത്തന മാനദണ്ഡങ്ങൾ രൂപീകരിക്കേണ്ടത് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാഹസിക വിനോദങ്ങളുടെ പട്ടികയിൽ സ്കൈ ഡൈനിങ് ഉൾപ്പെട്ടിട്ടുമില്ല. രാഹുൽ വിജയൻ വിവരങ്ങൾ വെച്ചു. രാഹുൽ, 120 അടി ഉയരത്തിൽ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കയറി കഴിഞ്ഞാൽ അതിൽ സാങ്കേതിക പിഴവുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഓപ്ഷൻ ഇല്ല. കാര്യം എന്തും സംഭവിക്കാം. ഇവിടെ കുടുംബത്തിന് ഭാഗ്യം അവരെ താഴേക്ക് ഇറക്കുന്നത് സംഭവിച്ചില്ല. പക്ഷെ അങ്ങനെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഈ സ്കൈ ഡൈനിങ് ആരാണ് തീരുമാനിക്കേണ്ടത്? എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ? അതിന്റെ അനുമതി എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ പറയുന്നത് രാഹുൽ? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഈ സ്കൈ ഡൈനിങ് കേരളത്തിൽ അത്ര പരിചിതമല്ല. എന്നാൽ ചില സ്ഥലങ്ങളിലുണ്ട് താനും. ഈ സ്കൈ ഡൈനിങ് ഒക്കെ പ്രവർത്തിക്കുന്നത് നിയമം പാലിച്ചുകൊണ്ടല്ല. കാരണം ഇതെങ്ങനെ പ്രവർത്തിക്കണം എന്ന തരത്തിലുള്ളൊരു നിയമം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതിന് മാനദണ്ഡങ്ങൾ നടപ്പാക്കിയിട്ടില്ല എന്നാണ് ടൂറിസം വകുപ്പ് പറയുന്നത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ തയ്യാറാക്കേണ്ടത്. നിലവിൽ അത്തരം മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയിട്ടില്ല. ഇതൊരു പുതിയ സാഹസിക വിനോദ ഉപാധി ആയതുകൊണ്ടാണ് അത്തരം ഒരു കാലതാമസം നേരിടുന്നത് എന്നുള്ളതാണ് ടൂറിസം വകുപ്പ് പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇതിൽ നമ്മൾ ആദ്യമേ മുതൽ തന്നെ പറയുന്നതാണ്, ആനച്ചാലിലെ ഈ സ്കൈ ഡൈനിങ്ങിന് ഏതെങ്കിലും വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഇത് പ്രവർത്തിക്കുമ്പോൾ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നതാണ്. അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഉദ്യോഗസ്ഥ ഒത്താശയോടുകൂടി തന്നെ എന്ന് വേണം പറയാൻ ഇത് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ഉൾപ്പെടെ ആരോപണം. എന്തായാലും അത് സാധൂകരിക്കുന്ന വിധത്തിലാണ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇപ്പോൾ ടൂറിസം ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നടപടികൾ ഇനി കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിൽ അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിധത്തിൽ ഇതിന്റെ മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം അതിന്റെ കൃത്യമായ രീതികൾ അനുസരിച്ച് അതിന്റെ ലൈസൻസ് കരസ്ഥമാക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് ലഭ്യമായാൽ മാത്രമേ ഈ ആനച്ചാലിലെ സ്കൈ ഡൈനിങ് തുറന്ന് പ്രവർത്തിക്കാനാവുകയുള്ളൂ. എന്തായാലും അത് അനുമതിയില്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നുള്ള റിപ്പോർട്ട് നിലവിൽ എന്തായാലും ഔദ്യോഗികമായി തന്നെ ടൂറിസം വകുപ്പ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വിനോദം നല്ലതാണ്, അതിൽ സാഹസിക വിനോദം നല്ലതാണ്. പക്ഷേ നമ്മുടെ ജീവൻ പണയം വെപ്പിക്കുന്ന രീതിയിലുള്ള സാഹസിക വിനോദങ്ങൾ അത്ര നല്ലതല്ല. അതിൽ കയറുന്നവരും ഓർക്കുന്നത് നല്ലതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.